by Jack London. എല്ലാവർക്കും നമസ്കാരം. ആ ഗുഹയ്ക്കകത്ത് ഉള്ള 5 കുഞ്ഞുങ്ങളിൽ ഒരെണ്ണം മാത്രം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. ബില്ലും ഹെൻറിയൊക്കെ നേരത്തെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ആ പെണ്ണിന് സാധാരണ ചെന്നായയുടെ കളറല്ല. സാധാരണ ഈ മഞ്ഞ പ്രദേശങ്ങളിൽ കാണുന്ന ചെന്നായ എന്ന് പറയുന്നത് ഗ്രേ കളറിലായിരിക്കും. പക്ഷേ ആ പെൺചെന്നായക്ക് ആ ഗ്രേയുടെ കൂടെ ഒരു ചുവപ്പ് രാശി കലർന്ന കളറാണ്. അതേ കളറാണ് ഇതിൽ 4 കുഞ്ഞുങ്ങൾക്ക്. പക്ഷേ ഒരു കുഞ്ഞ് മാത്രം ഒറ്റക്കണ്ണനെ പോലെ ശരിക്കുള്ള ചെന്നായയുടെ കളറും. ആ 5 കുഞ്ഞുങ്ങൾ വളർന്നു തുടങ്ങുമ്പോൾ കണ്ണ് തുറന്നിട്ടില്ല. അതിനു മുമ്പേ എല്ലാം ഒരു പ്രത്യേക ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഇഴഞ്ഞ് നീങ്ങുകയാണ്. ആ ഗുഹയുടെ എൻട്രൻസിലേക്ക് കണ്ടിട്ടല്ല, പക്ഷേ അവിടെ നിന്നുള്ളൊരു വെളിച്ചത്തിൻ്റെ ഫീലിംഗ് അവർക്ക് തോന്നുന്നുണ്ട്. അവരങ്ങോട്ട് നീങ്ങുന്നുണ്ട്. നീങ്ങുന്നതിനനുസരിച്ച് തള്ള അതിനെയൊക്കെ പുറകോട്ട് നീക്കിക്കൊണ്ടിരിക്കും. കുറച്ചു കാലം കഴിഞ്ഞു അവർ കണ്ണ് തുറക്കുന്നു. കണ്ണു തുറന്നപ്പോൾ പിന്നെ അവർ 4 പാടേക്കും നടക്കും. അതിൽ ആ എൻട്രൻസ് ഒഴിച്ച് വേറെ എങ്ങോട്ട് പോകുന്നതും തള്ള തടയില്ല. അവിടെ ചെല്ലും. അതിൻ്റെ മൂക്ക് ആ ചുമരിലിടിക്കുന്നതോടെ പരിപാടി നടത്തും. അതേസമയം ആ എൻട്രൻസിലോട്ട് പോകുന്നത് മാത്രം തള്ള തടയും. അത് എൻട്രൻസ് എന്നൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. ആ ഭാഗത്തിൻ്റെ പ്രത്യേകതയുണ്ട്. മറ്റുള്ള ചുമരുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പ്രത്യേകതയുണ്ട് എന്ന് മാത്രമേ അറിയുന്നുള്ളൂ. പിന്നെ അറിയാവുന്ന മറ്റൊരു കാര്യം, ആ ഒരു ഭാഗത്തൂടെ മാത്രം കടന്നു വരാൻ കഴിയുന്ന ഒരു ജീവി ആ ഒറ്റക്കണ്ണൻ. കാരണം അവർ ബാക്കിയുള്ള ഭാഗത്തൊക്കെ കടന്നു പോകാൻ ശ്രമിച്ചാണ്. എല്ലായിടത്തും മൂക്കിനിടി കൊണ്ടത് മിച്ചം. അങ്ങോട്ട് പോകാൻ തള്ള സമ്മതിക്കുന്നില്ലെങ്കിലും അപ്പോൾ ആ ഒരു ചുമരിലൂടെ ആ ഒറ്റക്കണ്ണന് മാത്രമേ കടന്നു പോകാൻ കഴിയുള്ളൂ എന്നൊക്കെ ഒരു നമ്മളെപ്പോലെ ചിന്തിക്കുന്നില്ല, ഒരു വേഗമായിട്ടുള്ള തോന്നൽ. തള്ള അഥവാ അമ്മ എന്നുള്ള സങ്കല്പം തന്നെ അവരുടെ കണ്ണിൽ ഒന്നുമില്ല. അവരെ പോലെയുള്ള കുറേ കൂടി വലിയൊരു ജീവി. അതിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു ഇളം ചൂടുള്ള ദ്രാവകം കിട്ടും, അത് പാല്. അത് കഴിച്ചാൽ വിശപ്പ് മാറും. ഇത്രയൊക്കെ അവർക്ക് അറിയുന്നുള്ളൂ, കൂടുതലൊന്നും അറിയുന്നില്ല. പിന്നെ തള്ളയെ കൊണ്ടുള്ള മറ്റൊരു പ്രശ്നം, ആ പ്രത്യേക ചുമരിൻ്റെ ഭാഗത്തേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ തള്ള അവർക്ക് മറ്റൊരു ഭക്ഷണം നൽകുകയാണ്. അതായത് മാംസം ചവച്ച് പകുതി ഏകദേശം ദഹിച്ചു കഴിഞ്ഞ മാംസം കുട്ടിക്ക് നൽകുകയാണ്. കാരണം കുട്ടികൾ വളരുന്നതിനനുസരിച്ച് അവർ ഓട്ടവും ചാട്ടവും ഒക്കെ കൂടുന്നു. കൂടുതൽ അവർ പലതരം കളികളും ചില ഫൈറ്റുകളൊക്കെ നടത്തും തമ്മിൽ. അതൊക്കെ ആണ് ഇവരുടെ വൈൽഡ് ലൈഫിൻ്റെ ഒരു തുടക്കം. അപ്പം അതിലെല്ലാം മുന്നിട്ട് നിൽക്കുന്ന എപ്പോഴും ആ ഒറ്റക്കണ്ണൻ്റെ അതേ കളറുള്ള കുട്ടിയാണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും ഈ ദ്രാവകം അവർക്ക് കിട്ടാതായി, ഈ മാംസം മാത്രം. കാരണം പാല് പറ്റി. പിന്നീടാണ് അടുത്ത പ്രശ്നം. കാരണം നമുക്ക് നേരത്തെ അറിയാം, ചില സമയത്ത് അവിടെയൊക്കെ ക്ഷാമം അനുഭവപ്പെടും, ജീവികളൊന്നും കിട്ടിയെന്ന് വരില്ല. അങ്ങനെയുള്ള 1-2 തവണ ഒറ്റക്കണ്ണൻ അവിടെ റെഡ് ഇന്ത്യൻ ക്യാമ്പിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. അവിടെ ചെന്ന് സ്നേഴ്സിൽ നിന്ന് റാബിറ്റിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ വിൻ്റർ മാറി തുടങ്ങി, മെക്കൻസി നദിയിലൂടെ വെള്ളം ഒഴുകാൻ തുടങ്ങിയതോടെ ക്യാമ്പ് അവിടെ നിന്ന് പോയി. അതോടെ അവിടെ സ്നെയർ ഇല്ലാതായി, റാബിറ്റിനെയും കിട്ടാതായി. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ രാത്രി നേരത്ത് ആ ഒറ്റക്കണ്ണനോടൊപ്പം ആ തള്ളയും എരുതേടാൻ പോയി തുടങ്ങി. പകല് പോകാൻ പറ്റില്ല, പകല് പോയ കുട്ടികൾ പുറത്തിറങ്ങും. രാത്രിയാകുമ്പോൾ പിന്നെ എല്ലാ എൻട്രൻസും എല്ലാ ചുമരുകളും അവർക്ക് ഒരുപോലെയാണ്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. പിന്നീട് ആ കുട്ടികൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, കുട്ടികൾ മാത്രമല്ല തള്ളയും, ഒറ്റക്കണ്ണൻ വരുന്നില്ല. ഇടയിൽ ക്ഷാമമൊക്കെ ഒന്ന് കഴിഞ്ഞു, വീണ്ടും നല്ല രീതിയിൽ ഭക്ഷണം കിട്ടിത്തുടങ്ങി. ആ സമയത്ത് ഒരു ദിവസം ഒറ്റക്കണ്ണൻ പോയതാണ്, പിന്നെ തിരിച്ചു വരുന്നില്ല. തള്ള അന്വേഷിച്ചിറങ്ങി. അവസാനം മനസ്സിലായി, ഒറ്റക്കണ്ണൻ ഇര തേടി പോയി ഒന്നും കിട്ടാതായപ്പോൾ തുടക്കത്തിലേ ഒരു തവണ അവൻ തീരുമാനിച്ചാണ് ആ ലിൻസിൻ്റെ വഴി കൂടെ പോരുതെന്ന്. പക്ഷെ അന്നെന്തോ ആ വഴി പോയി, ലിൻസുമായിട്ട് ഏറ്റുമുട്ടി.
അപ്പോൾ ഈ ലിൻസുമായിട്ടൊരു ചെന്നായ ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞാൽ നോർമലി വിജയം എപ്പോഴും ലിൻസിനായിരിക്കും. ചെന്നായൊക്കെ പാക്കായിട്ട് പോയി സംഘടിതമായി ആക്രമിച്ചൊക്കെയാണ് ലിൻസിനെയൊക്കെ ഓടിക്കുക. ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അങ്ങനെ ആ ലിൻസ് ഒറ്റക്കണ്ണനെ കൊന്നിരിക്കുന്നു. കൊന്ന് തീറ്റയും കഴിഞ്ഞു. അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്, അത്രയേ ഉള്ളൂ. പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞു. എല്ലാം കണ്ട് ആ പെണ്ണ് തിരിച്ചു വന്നു. വീണ്ടും ക്ഷാമകാലം ആരംഭിക്കുന്നു. ആ ക്ഷാമകാലം കഴിഞ്ഞപ്പോഴേക്കും 5 കുഞ്ഞുങ്ങൾ ഒന്നായിട്ട് ചുരുങ്ങി. ഒറ്റക്കണ്ണൻ്റെ അതേ നിറമുള്ള കുഞ്ഞൊഴിച്ച് ബാക്കി 4 കുഞ്ഞുങ്ങളും ചത്തുപോയി.